തിരുവനന്തപുരം പാളയത്തിലെ LMS ചർച്ചിലെ ധർമ്മരാജൻ റസാലത്തിനും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള 16 പേർക്കുമെതിരായി മ്യൂസിയം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. 4 വർഷം മുമ്പ് LMSലെ കീഴിലുള്ള ചർച്ചിൻ്റെ അവിടെ വലിയ ലാത്തിച്ചാർജ് നടത്തി. അന്നത്തെ ADGP ലോ ആൻഡ് ഓർഡർ അജിത് കുമാറും കൻ്റോൺമെൻറ്റ് അഡീഷണൽ കമ്മീഷണറും മ്യൂസിയത്തെ സർക്കിൾ ഇൻസ്പെക്ടറും അവിടുത്തെ 2 സബ് ഇൻസ്പെക്ടർമാരും കൂടെ ചേർന്നാണ് ആ LMS പള്ളിയിലെ ഇടവക്കാരെ ലാത്തിക്ക് അടിച്ചോടിച്ചത്. കാരണം LMS പള്ളിയിലെ ബ്രിട്ടീഷുകാർ കാലഘട്ടം മുതലുള്ള ആ ചർച്ചിലെ ഏകദേശം 3000-ഓളം ഇടവക്കാരുണ്ട്. ആ ഇടവക്കാർ ഞായറാഴ്ച പിരിവ് എല്ലാം കൂടെ 4 ഞായറാഴ്ചയും കൂടെ ഒക്കെ പിരിവ് വരുമ്പം ഒരു മാസം 8 ലക്ഷം രൂപ അവിടെ ലഭിക്കും. ആ പള്ളിയിൽ മാത്രം 8 ലക്ഷം. ആറ്റിങ്ങൽ മുതൽ അവിടെ ബാലരാമപുരം കഴിഞ്ഞ് നെയ്യാറ്റിൻകര പാറശാല വരെയുള്ള LMSൻ്റെ കീഴിലുള്ള ഏകദേശം 600-ഓളം പള്ളികളുള്ളതായിട്ടാണ് കരുതപ്പെടുന്നത്. ഇവിടങ്ങളിലൊക്കെ ഞായറാഴ്ചകളിൽ പിരിവുണ്ടാവും. ഈ പിരിവുകൾ അന്നത്തെ ബിഷപ്പിൻ്റെ മുകളിലുള്ള മോഡറേറ്റർ, കാരണം ബിഷപ്പുമാരുടെ മുകളിലുള്ള ആളാണ് ആർച്ച് ബിഷപ്പ് എന്ന് മറ്റ് ക്രിസ്ത്യൻ സഭയിൽ പറയുന്നത്. അതിന് പകരം LMS പറയുന്നത് മോഡറേറ്ററാണ്. അപ്പോൾ ആ മോഡറേറ്റർ അതിൻ്റെ ആസ്ഥാനം ചെന്നൈയിലായിരുന്നു. അപ്പോൾ ചെന്നൈയിൽ ഇത് സംബന്ധിച്ചൊരു കേസ് വരികയും 3 അവിടുത്തെ ഹൈക്കോടതി ജഡ്ജസ് ഇവിടുത്തെ LMSൻ്റെ ചർച്ചിൻ്റെയൊക്കെ പ്രവർത്തനം അന്ന് സ്റ്റേ ചെയ്തിരുന്നു. പിന്നീട് സുപ്രീം കോടതിയിലൊക്കെ പോയി ആ സ്റ്റേ വെക്കേറ്റ് ചെയ്യും. ആ കാലഘട്ടത്തിൽ ഈ പള്ളിക്കാര്യത്തിൽ അവിടെ ഒരു ഈ ദക്ഷിണേന്ത്യയിലെ പ്രത്യേകിച്ച് കേരളത്തിലുള്ള പള്ളികളുടെ കാര്യങ്ങളൊക്കെ അവിടുത്തെ പരാതികളും പരിഭവങ്ങളുമൊക്കെ, കാരണം മോഡറേറ്റർ റസാലത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം സ്റ്റേ ചെയ്തതുകൊണ്ട് ഒരു ചെല്ലയ്യ ബിഷപ്പ് എന്ന് പറഞ്ഞ അദ്ദേഹം നാഗർകോവിലുണ്ടായിരുന്നു. എല്ലാ പള്ളികളിലൊക്കെ പോയി അവരുടെ ഗ്രീവൻസസ് കേൾക്കുന്നത് അവിടുത്തെ ഹൈക്കോടതിയുടെ ഉത്തരവ് മുഖേന തന്നെയായിരുന്നു. അങ്ങനെ അദ്ദേഹം തിരുവനന്തപുരത്ത് LMSൻ്റെ പള്ളിയുടെ പുറകിലുള്ള വിമൻസിൻ്റെ ഒരു ഓഫീസുണ്ട്. അവിടെ വന്നിരുന്ന് പരാതി കേൾക്കാൻ വന്ന ദിവസം 27/2/2024. അപ്പം ഈ ദക്ഷിണ കേരള മഹാ ഇടവകയുടെ ധാരാളം ആൾക്കാരും ഭക്തരും പരിഭവം പറയാനും അവരുടെ പള്ളികളിലെ പ്രശ്നങ്ങൾ എല്ലാം പറയാനും ഈ ചെല്ലയ്യ ബിഷപ്പിനെ കാണാൻ LMS പള്ളിയുടെ അവിടുത്തെ ഹോളിൽ അവർ വന്നു. ധാരാളം ആൾക്കാർ വന്ന സമയം അവിടെ LMS പള്ളിയുടെ കീഴിലുള്ള ചർച്ച് അത് കത്തീഡ്രൽ പള്ളിയായിട്ട് ബിഷപ്പിൻ്റെ ആസ്ഥാനം അല്ലെങ്കിൽ മോഡറേറ്റർ ആസ്ഥാനമായിട്ട് മാറ്റി. ചെന്നൈയിലുള്ളത് ഇവിടെ പുനഃസ്ഥാപിച്ചു. പക്ഷേ ഇവിടുത്തെ പള്ളിയിലെ 3000-ഓളം ഇടവക്കാർ അതിന് എതിരായിരുന്നു. ആ ഇടവക്കാരെ എല്ലാം അജിത് കുമാർ ADGPയുടെയും കൻ്റോൺമെൻറ്റ് അഡീഷണൽ കമ്മീഷണർ മ്യൂസിയം CAയും ഒക്കെ ഉൾപ്പെടെയുള്ളവർ ലാത്തിച്ചാർജ് ചെയ്ത് വളരെയധികം ആൾക്കാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അങ്ങനെ അവരെ അടിച്ചോടിച്ചിട്ട് അവിടെ മോഡറേറ്ററെ ബോർഡ് അവിടെ സ്ഥാപിച്ചു പള്ളിയുടെ മുമ്പിൽ. അതിപ്പോഴും അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ആ പള്ളിയിലെ പഴയ ഇടവക്കാരുടെ പള്ളി മാറി ആ LMSൻ്റെ മോഡറേറ്റർ ആസ്ഥാനമായിട്ട് വന്നു. ബസിലിക്ക പള്ളി എന്ന് അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. ആ പള്ളിയിലുണ്ടായിരുന്ന ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടായിരുന്ന വളരെയധികം വിലപിടിപ്പുള്ള തടികളും ഫർണിച്ചറുകളും അതുപോലെ തന്നെ പള്ളി റെക്കോർഡുകളെല്ലാം അന്ന് അടിച്ചു മാറ്റി. അവിടുത്തെ ഇടവക്കാർക്കൊക്കെ വലിയ സങ്കടമായി. അവരിതിനെ പ്രതിഷേധിച്ച് അത് തടയാൻ ശ്രമിച്ചപ്പം ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ADGPയുടെ നേതൃത്വത്തിലുള്ളവർ അവരെ ലാത്തിച്ചാർജ് വളരെയധികം പേർക്ക് പരിക്കുണ്ട്. അവരാ പള്ളി വിട്ടിട്ട് 10,000-2000 പേര് സാൽവേഷൻ ആർമിയുടെ കവടിയാറിലുള്ള പള്ളിയിലാണ് പിന്നെ കുർബാന കാണാനൊക്കെ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പം അത് വീണ്ടും പഴയ പോലെയൊക്കെ തന്നെ വന്നെങ്കിലും അവിടെ ഒരു ഭാഗം ആൾക്കാർ ഗുണ്ടായിസം കാണിച്ച് ഇപ്പോഴും ധർമ്മരാജൻ റസാലത്തിൻ്റെ പിന്നിൽ ഇപ്പോഴും കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെ അന്ന് 4 വർഷം മുമ്പ് 2022 അന്നത്തെ വേദനിച്ച ചില ആൾക്കാർ കോടതി കൊണ്ടുപോയി പരാതി കൊടുത്ത് ആ പരാതി കോടതിയിൽ നിന്ന് ഇപ്പം വന്നിട്ട് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. ആ കേസ് രജിസ്റ്റർ ചെയ്ത് തൊട്ട് മുമ്പ് ഒരു സംഭവം ഉണ്ടായി. ഈ പള്ളിയിലെ
ഞായറാഴ്ചത്തെ വരുമാനങ്ങളെല്ലാം ഒരു മാസം 8 ലക്ഷം രൂപ വരും എന്നാണ് മനസ്സിലാക്കുന്നത്. ആ പള്ളിയിൽ അക്കൗണ്ടിൽ 54 ലക്ഷം രൂപ ഉണ്ടായിരുന്നു. 2,38,00,000 രൂപ അവിടെ കണ്ട് കിടക്കുന്നു എന്ന് പറയുന്നു. അതെല്ലാം കൂടെ ഈ ധർമ്മരാജൻ റസാലത്തിൻ്റെ കീഴിലുള്ള ചില വ്യക്തികൾ 16 പേരോളം അത് മുഴുവൻ അടിച്ചു മാറ്റി എന്നാണ് ആരോപണം പറഞ്ഞത്. അവിടെ ആ പള്ളിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറി ആയിരുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹം റോസ്മിലൻ ദാനിയൽ എന്ന് പറഞ്ഞ ആളാണ്. അദ്ദേഹം ടൗൺ പ്ലാനറായിരുന്നു തിരുവനന്തപുരം സിറ്റിയിലെ. റിട്ടയർ ചെയ്ത ശേഷം MM ചർച്ചിലെ അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറി ആയിട്ട് അദ്ദേഹം വന്ന സമയത്തിന് അവിടുത്തെ അനധികൃതമായ പള്ളിയിലെ പണം തട്ടിയെടുക്കാനായിട്ട് ശ്രമിച്ച ഈ ധർമ്മരാജൻ റസാലവും അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന 10-16 പേര് കൂടി അവിടുത്തെ റോസ്മിലൻ ദാനിയലിനെ അവർ ഭീഷണിപ്പെടുത്തി അദ്ദേഹത്തിനെ തട്ടിക്കളയുമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പലരിടത്തും പറഞ്ഞിട്ടുണ്ട്. അന്നേ ദിവസം ചെല്ലയ്യ ബിഷപ്പ് തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് പരാതി കേൾക്കാൻ വന്ന് ആ LMSൻ്റെ പിന്നിലുള്ള വിമൻസ് സെൻറ്ററിൽ വന്നിരുന്നു. 100 കണക്കിന് ആൾക്കാർ ഈ ദക്ഷിണ കേരള മഹാ ഇടവകയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ അടുത്ത് പരിവം പറയാനും പള്ളിയിലെ പ്രശ്നം ധരിപ്പിക്കാനും ഒക്കെ വന്നിരുന്നു. ആ സമയത്ത് അവിടെ റോസ്മിലൻ ദാനിയലും തൻ്റെ ഇവിടെ അനധികൃതമായി പണം വാങ്ങിക്കാണ്ട് പോകാൻ ശ്രമിക്കുന്ന താൻ ഒപ്പിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞ് ആ വിവരത്തെപ്പറ്റി പരാതി പറയാൻ അദ്ദേഹം ആ ഹോളിൽ വരികയും അദ്ദേഹത്തിന് അവിടുന്ന് 6-7 പേര് കൂടി അവിടുന്ന് പിടിച്ച് ബലമായിട്ട് കൊണ്ടുപോയി LMS പള്ളിയുടെ പിന്നിലുള്ള മുറി കൊണ്ടുപോവുകയും ചെയ്തു. ഇത് വളരെ അധികം ആൾക്കാർ കണ്ടിരുന്നു. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അവിടുന്ന് ആൾക്കാർ ഇറങ്ങി ഓടുന്ന കണ്ടു. ഇദ്ദേഹം അവിടെ മരണപ്പെട്ട് കിടന്നു. ജീവനുള്ള ആരോഗ്യമുള്ള പരാതി പറഞ്ഞു ചെന്നയാളെ ബലം പ്രയോഗിച്ച് പള്ളിയുടെ പിന്നിലുള്ള അദ്ദേഹത്തിൻ്റെ മുറി കൊണ്ടുവന്ന ശേഷം അരമണിക്കൂർ ശേഷം അദ്ദേഹം മരിച്ചു കിടക്കുന്ന സംഭവമാണ്. അത് അന്നത്തെ ADGPയും അസിസ്റ്റന്റ് കമ്മീഷണറും മ്യൂസിയം എല്ലാവരും കൂടെ ചേർന്നിട്ട് അത് ഒരു ആക്സിഡൻ്റ് ഡെത്തായിട്ട് എഴുതി തള്ളി ആ കേസ്. അതിപ്പം ലൈവായിട്ടുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. ആ കേസിനകത്ത് അദ്ദേഹത്തിന് പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റിനകത്ത് വ്യത്യസ്തമായ കാരണമാണ്. അദ്ദേഹത്തിൻ്റെ സെർവൈക്കൽ ബോണിന് ഫ്രാക്ചർ ഉണ്ടായി, അദ്ദേഹത്തിൻ്റെ സ്പൈനിൽ ഇഞ്ചുറി ഉണ്ടായി, കഴുത്ത് ആരോ പിടിച്ചു വളച്ചു തിരിച്ചു, ശ്വാസം മുട്ടി അദ്ദേഹത്തിനെ കൊന്നു. ഇത് സപ്രസ് ചെയ്തെന്നാണ് ഇപ്പം വന്നിരിക്കുന്നത്. അതിനെ സംബന്ധിച്ച് ഹൈക്കോടതിയിൽ നിന്ന് ഒരു ഓർഡർ വാങ്ങിച്ചിട്ടുണ്ട് ക്രൈം ബ്രാഞ്ച് അന്വേഷിക്കാനായിട്ട്. ആ ലോക്കൽ പോലീസിൻ്റെ ADGPയുടെയൊക്കെ സ്വാധീനത്തിൽ അത് കേസ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിപ്പോൾ ഒരു മർഡർ കേസായിട്ട് അത് ഹൈക്കോടതിയിൽ അതിന് പരാതി കൊടുക്കുകയും അത് വീണ്ടും അന്വേഷണത്തിന് ക്രൈം ബ്രാഞ്ച് നടത്താൻ പറഞ്ഞ് ഉത്തരവിടുകയും ചെയ്തു. അതിൻ്റെ അന്വേഷണം നടന്നു വരുന്നതായിട്ട് കാണുന്നത്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് നോക്കിക്കഴിയുമ്പം ഇതുപോലെയുള്ള ധാരാളം സംഭവങ്ങൾ ദക്ഷിണ കേരള മഹാ ഇടവയിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. പള്ളിവക പ്രോപ്പർട്ടികൾ പലതും വിറ്റുപോയി എന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും ഇപ്പം ധർമ്മരാജൻ റസാലത്തിനും അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് ഈ പ്രവൃത്തിക്ക് കൂട്ടുനിന്ന 16ഓളം പേരെ പ്രതിയാക്കിക്കൊണ്ട് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ കോടതിയിൽ നിന്ന് കൊടുത്ത ഉത്തരവനുസരിച്ച് ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങിയെന്നാണ് മനസ്സിലാകുന്നത്.